എല്ലാവർക്കും നമസ്കാരം. കേരള ഹയർ സെക്കൻഡറി +1 പ്രവേശനത്തിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അപേക്ഷാ സമർപ്പണവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെയും അതുപോലെ രക്ഷിതാക്കളുടെയും ചില ആശങ്കകൾ നീക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിന് മുന്നോടിയായി അപേക്ഷ സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ചില സംശയങ്ങൾ തീർക്കുന്നതിനാണ് ഇന്നത്തെ വീഡിയോ. അത് ഏറ്റവും പ്രധാനമായിട്ടും ഇന്ന് സൂചിപ്പിക്കുന്നത് വില്ലേജ് ഓഫീസുകളിൽ നിന്ന് അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ താലൂക്കിൽ നിന്ന് എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ ഇതിന് +1 പ്രവേശനത്തിന് ആക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കുട്ടികളും രക്ഷിതാക്കളും പ്രധാനമായിട്ടും ചോദിക്കുന്നത്. അത് മാത്രമല്ല, വില്ലേജ് ഓഫീസർമാരും അതുപോലെ താലൂക്കിലൊക്കെ പല രക്ഷിതാക്കളും കുട്ടികളും പോയി അവിടുന്ന് ഈ വരുമാന സർട്ടിഫിക്കറ്റ്, അതുപോലെ നാറ്റിവിറ്റി, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് പോലെയുള്ള സർട്ടിഫിക്കറ്റുകൾക്ക് അവിടെ സമീപിക്കുന്നതായിട്ട് അവിടുന്ന് ഉള്ള വിവരങ്ങളുമുണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, കേരള സ്റ്റേറ്റ് സിലബസിനകത്ത് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ SSLC സർട്ടിഫിക്കറ്റിൽ കൊടുത്തിട്ടുള്ള കാസ്റ്റ് അല്ലെങ്കിൽ അതുപോലെ റിലീജിയൻ പോലെയുള്ള കാര്യങ്ങൾ അവിടെ ആ സർട്ടിഫിക്കറ്റ് മാത്രം മതി നമുക്ക് +1 പ്രവേശനത്തിന്. അതായത് ഒന്നുകൂടി ഓർമ്മിക്കുന്നു, വില്ലേജ് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള പഞ്ചായത്ത് താലൂക്ക് ഓഫീസുകളിൽ നിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റും നമുക്ക് +1 പ്രവേശനത്തിന് ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്നുള്ള വരുമാന പരിധി 4 ലക്ഷത്തിൽ താഴെ ഉള്ള കുട്ടികൾക്ക് അതിൻ്റെ EWS മുന്നോക്ക ജാതിയുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അതിൻ്റെ ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്. അവർക്ക് മാത്രമാണ് വില്ലേജ് ഓഫീസർ നൽകുന്ന EWS സർട്ടിഫിക്കറ്റ്. അത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം അതിൻ്റെ ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിനകത്ത് ഫോട്ടോ ഒക്കെ ഒട്ടിച്ചിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അത് മാത്രമാണ് ആ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കുട്ടികൾ മാത്രമാണ് വില്ലേജ് ഓഫീസിൽ ആ സർട്ടിഫിക്കറ്റ് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം തയ്യാറാക്കേണ്ടത്. അല്ലാതെ വരുമാന സർട്ടിഫിക്കറ്റ്, നാറ്റിവിറ്റി, കമ്മ്യൂണിറ്റി പോലെയുള്ള സർട്ടിഫിക്കറ്റുകൾ പ്രവേശനത്തിന് ആവശ്യമില്ല. അത് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമേ ആവശ്യമുള്ളൂ എന്ന കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം വിശദമായി എന്തൊക്കെ നമുക്ക് പ്രവേശനത്തിൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് മുന്നൊരുക്കമായിട്ട് നിങ്ങൾക്ക് ബോണസ് പോയിന്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള രേഖകൾ തയ്യാറാക്കി വെക്കാം. അത് നിങ്ങൾക്ക് സ്കൂളിൽ കിട്ടുന്ന ക്ലബ് സർട്ടിഫിക്കറ്റ് പോലെയുള്ള ബോണസ് പോയിന്റ്, ടൈ ബ്രേക്കിംഗ് പോയിന്റ് പോലെയുള്ള അല്ലെങ്കിൽ LSS VSS സർട്ടിഫിക്കറ്റ്, അതുപോലെ കലോത്സവം, ശാസ്ത്രമേള, സ്പോർട്സ്, JRC, SPC, NCC പോലെയുള്ള അതിലുള്ള ലിറ്റിൽ കൈറ്റ്സ് പോലെയുള്ള സന്നദ്ധ സംഘടനകളുടെ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്, ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾക്ക് സ്കൂളിൽ ലഭിക്കുന്നതാണ്. അത് മാത്രമാണ് നമുക്ക് പ്രവേശനത്തിന് ആവശ്യമുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. കൂടുതൽ +1 പ്രവേശനത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഒരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം.